ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മിഠായി തെരുവിലുള്ള ഒരു യൂണിറ്റി ടവർ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പാസേജാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പർദ്ദ ഷോപ്പ് ഉണ്ട്. 500 രൂപക്കൊക്കെ നല്ല അടിപൊളി പർദ്ദകൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുൻപ് ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്ന് പോയി നോക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം ഇതാണ് കേട്ടോ ഷോപ്പ്. നേരെ ഉള്ളിലോട്ട് വന്നപ്പം ഇടതുഭാഗത്തായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. ഇതൊക്കെ കണ്ടോ, പുറത്ത് ഒരുപാട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പല കളേഴ്സിലും പ്രിൻ്റഡിലും ഒക്കെ ആയിട്ട് കേട്ടോ, പല മോഡലും ഉണ്ട്. അപ്പം നല്ല തിരക്കാണ് കേട്ടോ. നമ്മളാണെങ്കിൽ വേറെ മിഠായി തെരുവിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഓരോ പർദ്ദകളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ബലൂൺ ഫിറ്റ് കൈയുള്ള പർദ്ദകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നത് മൊത്തം 500 രൂപേൻ്റെ ആണ് കേട്ടോ. കയ്യിൽ ചെറുതായിട്ട് വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു 600-700 രൂപക്ക് മാക്സിമം ഒരു 900 രൂപേൻ്റെ താഴെയായിട്ടാണ് അവിടെ ഒരു പിന്നെ മടക്കി വെച്ചിട്ടുള്ള പർദ്ദകൾക്കൊക്കെ പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ എല്ലാം കൂടെ ഒന്നും വലിച്ചിട്ട് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് 500 രൂപേൻ്റെ പർദ്ദകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അവിടെ 500 രൂപേൻ്റെ ഒന്നായിട്ട് കൂട്ടിയിട്ട സ്ഥലത്തുള്ള ജനക്കൂട്ടാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഉമ്മനോടൊന്ന് അങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞാൽ ഞാൻ തന്നെ അങ്ങോട്ട് നുഴഞ്ഞ് കയറി എടുക്കുക എന്നൊക്കെ പറയും പോലെ അങ്ങനെ അങ്ങോട്ട് എടുത്ത് ഓരോന്നോരോന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. ഉമ്മക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഉമ്മക്ക് പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മേൻ്റെ കയ്യിലുള്ള ഒരു മാക്സിയൊക്കെ കൊണ്ടുവന്നുണ്ട്. അതിന് പറ്റിയ ഷോളൊക്കെ ഉണ്ടോ നോക്കാൻ. ഈ ഒരു പർദ്ദൊക്കെ വേറൊരു വെറൈറ്റി മോഡലാണല്ലോ. അടിഭാഗം ഒരു ഫ്ലെയർ പോലെ നല്ല ഞെറിയൊക്കെ ആയിട്ട് കയ്യിലും അതേപോലെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നല്ല നല്ല കളേഴ്സിലുണ്ട്. അതൊക്കെ 500 രൂപയാണ്. അപ്പോൾ ഞാൻ ഉമ്മനോട് ഷോള് നോക്കിക്കോളാൻ പറയാം. അപ്പോഴേക്കും ഞാൻ ഇത് നോക്കാം. അതിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ്. അപ്പം ഞാൻ എല്ലാം വേറെ ആണ് കേട്ടോ നോക്കുന്നത്. ഒന്ന് തന്നെ ഒരേ കളേഴ്സിലൊന്നും അങ്ങനെയൊന്നും നോക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് അത്രയും തിരക്കുണ്ടായതുകൊണ്ട് തിരഞ്ഞെടുക്കാൻ പാടാണല്ലോ. അപ്പം നല്ലൊരാളൊഴിവുള്ള സമയത്ത് വരണം നമ്മൾ മിഠായി തെരുവിൽ. ഏത് സമയവും നല്ല തിരക്ക് തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയറിനെ അടുപ്പിച്ചായിരുന്നു കേട്ടോ പോയത്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് എന്നാണ് തോന്നുന്നത്. അല്ലാത്തൊരു ടൈമിൽ, അതും ഞായറാഴ്ച അല്ലാത്ത ദിവസം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ തിരക്ക് കുറയും. പിന്നെ ഓവർ കോട്ടായിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇതും 500 രൂപയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പല കളേഴ്സിലും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ വാരി വലിച്ച് തൊട്ട് നോക്കിയിട്ട് ചെറിയ കറകളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബ്ലാക്കിൽ വരുന്നതാണ്. ഒറിജിനൽ ബ്ലാക്ക് അല്ല, വേറൊരു ഹാഷ് കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ. പിന്നെ ഞാനിതാ വാരുകയാണ് കേട്ടോ പെട്ടിന്ന്. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം അത്രത്തോളം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ തപ്പിപ്പിടിച്ച് വേറൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് കയ്യിലൊക്കെ ഒരു പ്രിൻ്റ് വർക്ക് പോലെയുള്ള ഒരു സംഭവമായിട്ട്. അപ്പോൾ അതും എടുത്ത് ഓരോന്നോരോന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. പിന്നെ കയ്യിൽ സിമ്പിളായിട്ടുള്ള വർക്ക് ഉള്ളതുണ്ട്. പിന്നെ ഇത് കയ്യിൽ മാത്രം നല്ല സ്റ്റോൺ വർക്ക് പോലത്തെ നല്ലൊരു ബീഡ്സ് വെച്ചിട്ടുള്ളൊരു സംഭവം കേട്ടോ. അത് അടിപൊളിയാണ്. അതിൻ്റെ ഒരു നല്ല കളറും ആണല്ലോ. പിന്നെ വെറും ലേസ് പോലെ സിമ്പിളായിട്ടുള്ള വേറൊരു മോഡലാണ്. പിന്നെ ഇത് കയ്യിൽ വേറെ തന്നെ ഒരു പുള്ളിയുള്ള ഒരു തുണി വരുന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ വേറെ ഇങ്ങനത്തെ ഒക്കെ മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും. ഇതിൻ്റെ കൈ കണ്ടോ, തുഞ്ചത്ത് അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ക്യാമറ ഒക്കെ എടുക്കുന്നത് മക്കളാണ് കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതാണ് ചെറിയ മിസ്സിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല മെറൂൺ കളറ്. അമ്മക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിനി. പിന്നെ ഇതും ഒരു പർദ്ദ തന്നെയാണ് കേട്ടോ. അടിയിലേക്ക് വേറൊരു ഉടുപ്പ് മോഡൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഉമ്മക്ക് അത് വേണ്ടായിരുന്നു. ഞാനിപ്പോൾ തൽക്കാലം പർദ്ദ എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ ചുരിദാറൊക്കെ തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഇങ്ങനെ സിമ്പിളായിട്ട് പോകാനൊക്കെ എൻ്റെ കയ്യിൽ 2-3 പർദ്ദ ഉണ്ടാനും. പിന്നെ വെറുതെ ഒരു ഗ്രീൻ കളർ. ഇതൊക്കെ അധികെണ്ണത്തിനും വരുന്നത് ഇങ്ങനത്തെ ഒരു കൈയാണ്. പിന്നെ അല്ലാതെ വരുന്നതും ഉണ്ട്. നമ്മൾ നല്ലോണം തിരഞ്ഞു നോക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ആളങ്ങോട്ട് നീങ്ങിയപ്പം പിന്നെ വേഗം എടുത്ത് നോക്കുകയാണേ. അപ്പോൾ മെറൂണിൽ തന്നെ വേറെ ഒരു സിമ്പിളായിട്ടുള്ള ഒന്ന് വന്നിട്ടുണ്ട്. അധികെണ്ണത്തിനും കയ്യുമ്മലൊക്കെയാണ് കേട്ടോ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടം പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പിന്നെ ഒരു ക്രീം കളറൊക്കെ പ്രത്യേകിച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്കിട്ട് നല്ലൊരു വൃത്തിയായിരിക്കും. പിന്നെ ഇത് 2 ലെയറായിട്ട് 2 തട്ടായിട്ട് വരുന്ന സൈസ് ഒരു പർദ്ദയാണ്. ഇതും അടിപൊളിയാണ്. നമുക്ക് മോഡലാക്കിയിട്ട് അങ്ങനെ ഒരു 1000 ഉറുപ്പ്യൻ്റെ 2 2000 ഉറുപ്പ്യൻ്റെ ഒരു 4 ഒക്കെ വാങ്ങി അങ്ങനെ മാറ്റി ഇടാം കേട്ടോ. നല്ല അടിപൊളിയാണല്ലോ. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങോട്ടേ പോവുകയാണെങ്കിൽ എടുത്തിട്ട് പോവുകയും ചെയ്യും. ഇതൊക്കെ ഷോളിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഉമ്മ 2 നൈറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനി അതിന് മാച്ചാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പർദ്ദ കൊണ്ടുവന്നിട്ടുണ്ടായിനി പർദ്ദക്ക് മാച്ചാക്കി എടുക്കാൻ. അപ്പോൾ അതിലും ഒക്കെ എടുത്തിട്ടോ. അതിൻ്റെയൊക്കെ പീസ് കൊണ്ടുവന്നതായിനി. അങ്ങനെ ഒരേ റെഡി കളറ് കിട്ടണമല്ലോ. സുരൂർ പർദ്ദ ആൻഡ് ഷോൾസ് എന്നാട്ടോ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.